ഉണ്ണിയുടെ വായിൽ യശോദ കണ്ട വിസ്മയ കാഴ്ച. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമുക്ക് ഉണ്ണിയുടെ വായിൽ യശോദ കണ്ട വിസ്മയ കാഴ്ച പറയാം. ഒരു ദിവസം രാമനും കൃഷ്ണനും അവരുടെ കൂട്ടുകാരും കൂടി മണ്ണിൽ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ചോറുണ്ടാക്കി, അപ്പമുണ്ടാക്കി, കറികളുണ്ടാക്കി കളിക്കുകയാണ്. ബലരാമൻ വലിയ ജ്യേഷ്ഠന്റെ മാതിരി കണ്ണനെ നോക്കേണ്ട കടമ എന്റേതാണ് എന്ന് വിചാരിച്ച് ശ്രദ്ധയോടെ കണ്ണന്റെ കൂടെ നിൽക്കുകയാണ്. അങ്ങനെ കണ്ണൻ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ മണ്ണു വാരി തിന്നുന്നു. ബലരാമനും കൂട്ടുകാരും പറഞ്ഞിട്ടൊന്നും കണ്ണൻ കേട്ടില്ല. അവൻ മണ്ണ് തിന്നുകയാണ്. ബലരാമൻ ഉടനെ യശോദയുടെ അടുത്തുപോയി ഇങ്ങനെ പറഞ്ഞു: അമ്മേ, കണ്ണൻ മണ്ണ് തിന്നുകയാണ്, ഞങ്ങൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്ന്. യശോദ ഇത് കേട്ടതും ഒരു വടിയുമായി ഓടി വന്നു. യശോദ കണ്ണനെ പിടിച്ച് ചോദിച്ചു: എന്താ കണ്ണ, നിന്റെ ജ്യേഷ്ഠനും കൂട്ടുകാരും പറഞ്ഞല്ലോ നീ മണ്ണു തിന്നുകയാണെന്ന്. എന്താ, നിനക്ക് വിശക്കുന്നുണ്ടോ? ഞാൻ നിനക്ക് വയറു നിറയെ വെണ്ണയും പാലും തന്നതല്ലേ, പിന്നെ എന്തിനാണ് മണ്ണു തിന്നുന്നത്? അപ്പോൾ ഉണ്ണി പറഞ്ഞു: ഇല്ല അമ്മേ, ഞാൻ മണ്ണു തിന്നിട്ടില്ല. ഇവർ നുണ പറയുകയാണ്. അമ്മയ്ക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ വായ തുറക്കാം. അമ്മ നോക്കിക്കോ, മണ്ണു ഉണ്ടോ എന്ന്. യശോദയ്ക്ക് ദേഷ്യവും സങ്കടവും വന്നു. കണ്ണനോട് നീ വായ തുറക്ക്, ഞാൻ നോക്കട്ടെ, മണ്ണു തിന്നിട്ടുണ്ടോ എന്നറിയണമല്ലോ എന്ന് പറഞ്ഞു. കണ്ണൻ വായ തുറന്നു. യശോദ കണ്ണന്റെ വായിലേക്ക് നോക്കിയതും യശോദയ്ക്ക് കണ്ണ് ഇരുട്ടുന്നത് പോലെ, തല കറങ്ങുന്നത് പോലെ തോന്നി. കണ്ണന്റെ വായിൽ കണ്ട കാഴ്ച അങ്ങനെയുള്ളതായിരുന്നു. എന്താണെന്നോ, ഭൂലോകവും ആകാശവും പാതാളവും എല്ലാം മാറി മാറി കണ്ണന്റെ വായിൽ യശോദ കണ്ടു. എന്തൊരത്ഭുതമാണല്ലേ! ഭൂമിയിലെ എല്ലാ ജന്തുക്കളും മരങ്ങളും കാടുകളും പുഴകളും ജനങ്ങളെയും ഗോപന്മാരെയും ഗോപികളെയും അതിൽ യശോദയും നന്ദഗോപരും എല്ലാം കണ്ണന്റെ വായിലുണ്ടായിരുന്നു. പിന്നെ ആകാശത്ത് നക്ഷത്രങ്ങളും സൂര്യചന്ദ്രന്മാരെയും ഋഷിമുനിമാരെയും പാതാളത്തിലെ വെള്ളവും മീനുകളും എന്നു വേണ്ട 3 ലോകത്തിലും എന്തെല്ലാമുണ്ടോ അതെല്ലാം യശോദ കണ്ണന്റെ കൊച്ചുവായിൽ കണ്ടു. എല്ലാം കൂടി കണ്ടപ്പോൾ യശോദ പേടിച്ചുപോയി. കണ്ണനോട് ഇങ്ങനെ പറഞ്ഞു: അയ്യോ കണ്ണാ, വായ അടച്ചു പിടിക്കൂ, എനിക്ക് പേടിയാകുന്നു. നിനക്ക് എന്ത് വേണമെങ്കിലും അമ്മ തരാം. വയറു നിറയെ വെണ്ണയും പാലും തരാം. നിനക്ക് മതിയാവോളം കഴിച്ചോ. ഇപ്പോൾ നീ വായ അടച്ചു പിടിക്കൂ, തുറക്കണ്ട എന്ന് പറഞ്ഞു. കണ്ണൻ ഉടനെ വായ അടച്ചു. കണ്ടതെല്ലാം ഒരു സ്വപ്നം പോലെ യശോദയ്ക്ക് തോന്നി. പിന്നീട് അതെല്ലാം മറന്നുപോയി. ഒന്നും ഓർമ്മയില്ല. യശോദയ്ക്ക് കിട്ടിയ ഭാഗ്യം ഏതൊരമ്മയ്ക്കാണ് കിട്ടുക? യശോദയ്ക്ക് അറിയില്ലെങ്കിലും ഭഗവാന്റെ അമ്മയല്ലേ യശോദ. എങ്ങനെയുണ്ടായിരുന്നു മക്കളെ കണ്ണൻ മണ്ണു തിന്ന കഥ? ഇഷ്ടമായോ? സർവം കൃഷ്ണാർപ്പണമസ്തു.